എന്തുകൊണ്ടാണ് മരണം പ്രധാനം? നമ്മളിൽ ഭൂരിപക്ഷം പേരും മരണത്തെ ഭയപ്പെടുന്നു. എന്നാൽ ജനനവും മരണവും സൃഷ്ടിയുടെ നിയമങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് അത് അത്യന്താപേക്ഷിതവുമാണ്. അതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ പരസ്പരം ആധിപത്യം സ്ഥാപിക്കും. എങ്ങനെ? വാട്സപ്പിലൂടെ ഈ അടുത്ത ദിവസം ലഭിച്ച ഈ കഥ ഒന്ന് കേട്ടുനോക്കൂ. മഹത്തരമായ സന്ദേശം ഉൾക്കൊള്ളുന്ന കഥ. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ചില സംശയങ്ങൾ നിവർത്തിക്കാൻ ഒരു ഗ്രാമത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന പ്രസിദ്ധനായ ഒരു മഹർഷിയെ സന്ദർശിച്ചു. അദ്ദേഹം ചോദിച്ചു, സ്വാമി, അനശ്വരത നൽകുന്ന ഏതെങ്കിലും ഔഷധമോ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാലും. മഹർഷി സാവധാനം മറുപടി പറഞ്ഞു, രാജാവേ, താങ്കളുടെ മുന്നിലുള്ള 2 പർവ്വതങ്ങൾ കടന്നു പോകുക. അപ്പോൾ അവിടെ താങ്കൾക്കൊരു തടാകം കാണാം. അതിലെ വെള്ളം കുടിക്കുക. താങ്കൾ അനശ്വരനാകും. മഹർഷി പറഞ്ഞത് പ്രകാരം രാജാവ് 2 മലകൾ താണ്ടി അദ്ദേഹം ഒരു തടാകം കണ്ടെത്തി. അതിലെ വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് കുടിക്കാനൊരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ വേദനാജനകമായ ഒരു ഞരക്കം കേട്ടു. ചുറ്റും കണ്ണോടിച്ചപ്പോൾ അവിടെ വേദനയോടെ കിടക്കുന്ന വളരെ ദുർബലനായ ഒരു മനുഷ്യനെ രാജാവ് കണ്ടെത്തി. രാജാവ് കാരണം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തടാകത്തിലെ വെള്ളം കുടിച്ച് അനശ്വരനായി. എനിക്ക് 100 വയസ്സായപ്പോൾ എൻ്റെ മകൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കഴിഞ്ഞ 50 വർഷമായി ഞാനിവിടെ കിടക്കുന്നു. എന്നെ പരിപാലിക്കാൻ ആരുമില്ലാതെ, ആരും തിരിഞ്ഞുപോലും നോക്കാനില്ലാതെ. എൻ്റെ മകൻ മരിച്ചു. എൻ്റെ കൊച്ചുമക്കളെല്ലാം മുതിർന്നവരായി. എങ്കിലും എനിക്കാരുമില്ല. ഇപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാതായി. എന്നിട്ടും ഞാൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്നു. രാജാവ് ആലോചിച്ചു, ഇത്തരം വാർദ്ധക്യത്തോടുകൂടെയുള്ള അനശ്വരത കൊണ്ട് എന്താണ് പ്രയോജനം? എനിക്ക് അമരത്വത്തോടൊപ്പം യൗവനവും ലഭിച്ചാലേ പ്രയോജനമുള്ളൂ. പരിഹാരം കാണാനായി അദ്ദേഹം മഹർഷിയുടെ അടുത്തേക്ക് മടങ്ങി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് എങ്ങനെ അമരത്വവും യൗവനവും ഒരുപോലെ ലഭിക്കുമെന്ന് ദയവായി എന്നോട് പറയൂ. മഹർഷി മറുപടി പറഞ്ഞു, അതിനും വഴിയുണ്ട്. തടാകം മുറിച്ചു കടന്നാൽ മുന്നിൽ മറ്റൊരു പർവ്വതം കാണാം. ആ പർവ്വതത്തിൽ മഞ്ഞ നിറമുള്ള പഴങ്ങൾ നിറഞ്ഞ ഒരു മരം കാണാം. അവയിലൊന്ന് ഭക്ഷിക്കുക. താങ്കൾക്ക് അനശ്വരതയും യുവത്വവും തീർച്ചയായും ലഭിക്കും. രാജാവ് തടാകത്തിന് ശേഷം മറ്റൊരു പർവ്വതം കണ്ടു. അവിടെ മഹർഷി പറഞ്ഞതുപോലെ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ നിറഞ്ഞ ഒരു മരവും കണ്ടെത്തി. ഒരെണ്ണം പറിച്ചു തിന്നാനൊരുങ്ങുമ്പോൾ ഉച്ചത്തിലുള്ള തർക്കങ്ങളും വഴക്കുകളും കേട്ടു. ഇത്രയും വിദൂര സ്ഥലത്ത് ആർക്കാണ് വഴക്കുണ്ടാക്കാൻ കഴിയുകയെന്ന് രാജാവ് ചിന്തിച്ചു. 4 യുവാക്കൾ ഉച്ചത്തിൽ വഴക്കിടുന്നത് രാജാവ് കണ്ടു. അവർ എന്തിനാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് 250 വയസ്സായി. എൻ്റെ വലതുവശത്തുള്ള ആൾക്ക് 300 വയസ്സുണ്ട്. അയാൾ എനിക്ക് സ്വത്തിൻ്റെ ഓഹരി നൽകുന്നില്ല. രാജാവ് വലതുവശത്തുള്ള ആളോട് ചോദിച്ചപ്പോൾ, 350 വയസ്സുള്ള എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് എൻ്റെ വിഹിതം തന്നിട്ടില്ല. അതില്ലാതെ എൻ്റെ മകന് ഞാൻ എന്തു നൽകും? 400 വയസ്സുള്ള പിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്നാമത്തെയാൾ ഇതേ പരാതി പങ്കുവച്ചു. സ്വത്തിനു വേണ്ടിയുള്ള അവരുടെ അനന്തമായ പോരാട്ടമാണ് ഗ്രാമത്തിൽ നിന്ന് തങ്ങളെ പുറത്താക്കാൻ ഗ്രാമീണരെ പ്രേരിപ്പിച്ചതെന്ന് എല്ലാവരും രാജാവിനോട് പറഞ്ഞു. എല്ലാം ഞെട്ടലോടെ കേട്ട രാജാവ് മഹർഷിയുടെ അടുത്തേക്ക് മടങ്ങി. മരണത്തിൻ്റെ പ്രാധാന്യം എന്നെ പഠിപ്പിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വണങ്ങി. അപ്പോൾ മഹർഷി പറഞ്ഞു, മരണമുള്ളതുകൊണ്ടാണ് ഇവിടെ സ്നേഹമുള്ളത്. മരണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഓരോ ദിവസവും ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർ ആരും മാറാൻ കാത്തു നിൽക്കാതെ സ്വയം മാറുക. ലോകം മാറും. മനോഹരമായ കുറിപ്പ് അങ്ങനെ അവസാനിക്കുന്നു. നമ്മുടെ മനസ്സിലും പലപ്പോഴായി തോന്നിയ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇതിലുണ്ട്. നമ്മൾ നന്നാവുക, ലോകം താനെ നന്നായിക്കൊള്ളും. ആരെയും തിരുത്തുവാൻ നിൽക്കാതെ സ്വയം തിരുത്തപ്പെടുക. മരണഭയമില്ലാതെ ജീവിക്കുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ സന്തോഷമായി ജീവിക്കുക. ഏവർക്കും നല്ലത് മാത്രം വരട്ടെ.